കോൺഗ്രസ് ഭരിക്കുന്ന വയനാട് പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിലെ വായ്പാ തട്ടിപ്പിന്റെ ഇരകളുടെ പ്രതിഷേധം തുടരുന്നു. 30ഓളം കുടുംബങ്ങളാണ് തട്ടിപ്പിൽ കുടുങ്ങിയത്. തട്ടിപ്പിനിരയായ രാജേന്ദ്രൻ നായർ ആത്മഹത്യ ചെയ്തിട്ടും കോൺഗ്രസ് വാക്കുപാലിച്ചില്ല. വായ്പാ ക്രമക്കേടിലൂടെ ബാങ്കിനുണ്ടായ നഷ്ടം ഈടാക്കാൻ സർക്കാർ ഉത്തരവ് വന്നിട്ടും നടപടിയെടുക്കുന്നില്ലെന്നാണ് പരാതി. നടുറോട്ടിലിട്ട് എന്നെ എൻ്റെ മക്കളെ ഭാര്യനും തല്ലി. ഞങ്ങൾ അവിടെ ചെന്ന് കിടന്ന് മരിക്കും എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട് പറയാ നിങ്ങൾ ഇവിടെ കിടന്ന് മരിച്ചോളാൻ പറഞ്ഞു. ബാങ്കിന്റെ അകത്ത് കയറി ഞങ്ങൾ ആത്മഹത്യ ചെയ്യും. ഞങ്ങളുടെ പട്ടയം തിരിച്ചു കിട്ടണം. മരണതുല്യമാണ് ഇപ്പോൾ ജീവിതം. മരണം മാത്രമേ മുന്നിലുള്ളൂ. മുഖങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ഇവർ നേരിട്ട വഞ്ചനയുടെ മുഖം ഒന്നു തന്നെ. പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിലെ വായ്പാ തട്ടിപ്പ്. രണ്ടായിരത്തി 16-17 കാലയളവിൽ നടന്ന തട്ടിപ്പിൽ കുടുങ്ങിയത് 30-ലധികം കുടുംബങ്ങളാണ്. പല ആവശ്യങ്ങൾക്കായി വായ്പയ്ക്ക് അപേക്ഷിച്ചവരുടെ പണം എത്തിയത് മറ്റു ചിലരുടെ അക്കൗണ്ടിലേക്ക്. ഡാനിയേലും സാറക്കുട്ടിയും ചോർന്നൊലിക്കുന്ന വീട് പുതുക്കിപ്പണിയാൻ പുൽപ്പള്ളി സ്വദേശി സജീവൻ കൊല്ലപ്പള്ളിയെ സമീപിച്ചതിന് പിന്നാലെയാണ് തട്ടിപ്പിൽ കുടുങ്ങിയത്. അങ്ങനെ 36 ലക്ഷം രൂപ ഇവർ എടുത്ത് ഞാൻ അതിൻ്റെ അകത്ത് ഒരു പൈസ കൈപ്പറ്റിയല്ല. പണം തട്ടിയവർ പലതവണ തുക തിരികെ നൽകാമെന്ന് പറഞ്ഞു പറ്റിച്ചു. ഞങ്ങൾക്ക് ഈ സ്ഥലത്തിന്റെ യാതൊരു ഇതും വിവരവും ഞങ്ങൾക്ക് ഇന്ന് വരെ ലഭിച്ചിട്ടില്ല. 2.5 വർഷമായി. 10,000 രൂപയ്ക്ക് അപേക്ഷിച്ച പുൽപ്പള്ളി സ്വദേശികളായ സതിയുടെയും മോഹനന്റെയും പേരിൽ അവർ പോലും അറിയാതെ ലോൺ എടുത്തത് 5 ലക്ഷം രൂപയിലേറെയാണ്. ഞങ്ങൾക്കറിയില്ല ഇങ്ങനെ ഒരു സംഭവം 5 ലക്ഷം രൂപ എടുത്തിട്ടുണ്ടെന്നുള്ളത്. വീട്ടിൽ കുഴൽക്കിണർ നിർമ്മിക്കാനായാണ് ഗോപാലനെ കൊണ്ട് തട്ടിപ്പുകാർ ലോൺ എടുപ്പിച്ചത്. കുഴിച്ചു തന്നു, വെള്ളം കുടിക്കുന്നുണ്ട്. പക്ഷേ രണ്ടാമതൊരു 10 ലക്ഷം ആക്കി അത് പുതുക്കി. 2023 മെയ് 29-നാണ് തട്ടിപ്പിൽ കുരുങ്ങി ജപ്തിയുടെ വക്കിലെത്തിയ പുൽപ്പള്ളി സ്വദേശി രാജേന്ദ്രൻ നായർ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തത്. തട്ടിപ്പിനെ കുറിച്ച് പുറം ലോകം അറിയുന്നത് രാജേന്ദ്രന്റെ ആത്മഹത്യാ കുറിപ്പിലൂടെയാണ്. ചേട്ടൻ ലോണിന് എന്നപ്പോഴാണ് പറഞ്ഞത് ലോണ് തരാം, പെര പണിത് തരാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ അത്രയും രൂപയൊന്നും എടുത്തിട്ടില്ല. എടുത്ത പൈസ എൻ്റെ സ്ഥലം വിറ്റിട്ട് കൊണ്ട് അടച്ചു. പക്ഷെ ഞങ്ങൾ പിന്നീട് അറിഞ്ഞത് ഞങ്ങളുടെ പൈസ അടച്ചത് സജീവൻ കൊല്ലപ്പള്ളി വീണ്ടും അത് പുതുക്കി എടുത്തത്. രാജേന്ദ്രൻ നായരുടെ കുടുംബത്തിന് വാഗ്ദാനങ്ങളുമായി രാഷ്ട്രീയ നേതാക്കൾ എത്തിയെങ്കിലും ഉറപ്പുകളൊന്നും ഇതുവരെ നടപ്പിലായിട്ടില്ല. കടബാധ്യത കാരണം തെരുവിലിറങ്ങേണ്ട ഗതികേടിലാണ് ഈ കുടുംബം. കോടികളുടെ നഷ്ടമാണ് ക്രമക്കേട് മൂലം ബാങ്കിനുണ്ടായത്. ഈ നഷ്ടം ഈടാക്കാനിറങ്ങിയ സർചാർജ് ഉത്തരവിൽ നടപടി വൈകുന്നുവെന്നാണ് പ്രധാന പരാതി. കേസിൽ KPCC മുൻ ജനറൽ സെക്രട്ടറി KK എബ്രഹാം, സജീവൻ കൊല്ലപ്പള്ളി, VM പൗലോസ്, രമാദേവി എന്നിവർ ജയിലിലായെങ്കിലും പിന്നീട് ഇവർ ജാമ്യത്തിലിറങ്ങി. ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടണമെന്ന് കോടതി വിധിയുണ്ടായിട്ടും നടപടിയെടുക്കാത്തതിനെതിരെയാണ് ഇന്നലെ പുൽപ്പള്ളി ബാങ്കിൽ ജനകീയ സമരസമിതി പ്രതിഷേധം നടത്തിയത്. ആത്മഹത്യ ചെയ്ത രാജേന്ദ്രൻ നായരുടെ 95 വയസ്സുള്ള അച്ഛൻ ശ്രീധരൻ നായരെ ബാങ്കിലെത്തിച്ച് പ്രതിഷേധിച്ചതോടെ പോലീസ് ഇടപെട്ടു. ആരോഗ്യസ്ഥിതിയിൽ മെഡിക്കൽ സംഘം ആശങ്ക പ്രകടിപ്പിച്ചതോടെ ആശുപത്രിയിലേക്ക് മാറ്റി. കേസിൽ കൃത്യമായ അന്വേഷണം നടത്തി കുറ്റവാളികൾക്ക് ശിക്ഷ നൽകണമെന്നും ഇരകൾക്ക് നീതി ഉറപ്പുവരുത്തണമെന്നുമാണ് ആവശ്യം. തട്ടിപ്പിനിരയായവർ നിരവധി പ്രതിഷേധങ്ങൾ നടത്തിയിട്ടും ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടും അന്വേഷണങ്ങൾ നടക്കുന്നതല്ലാതെ മറ്റ് നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല എന്ന ആക്ഷേപമാണ് ഉയരുന്നത്. അതേസമയം ബാങ്ക് ഏറെ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും നഷ്ടമായ തുക എന്തുകൊണ്ട് ഈടാക്കുന്നില്ല എന്ന ചോദ്യവും ഉയരുന്നു. ക്യാമറാമാൻ റിന്റുവിനോടൊപ്പം ലിനറ്റ് വർഗീസ്, ന്യൂസ് മലയാളം, വയനാട്.